അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഫലഖ്, നാസ് ഇവയുടെ മഹത്വം സംബന്ധിച്ച ഹദീസുകളൊന്ന് പരിചയപ്പെട്ടാലോ? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഒരു മനുഷ്യൻ നബി തങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, നബിയേ, എനിക്ക് ഈ സൂറത്ത്, അതായത് ഇഖ്ലാസ് വല്ലാത്ത താല്പര്യമാ. നബി തങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാ? ഈ താല്പര്യം, സൂറത്തിനോടുള്ള താല്പര്യം താങ്കളെ സ്വർഗപ്രവേശത്തിന് കാരണമാക്കും, സ്വർഗത്തിലേക്ക് നയിക്കുമെന്നാണ് നബി തങ്ങൾ ആ സഹാബിയോട് പ്രതികരിച്ചത്. മറ്റൊരു ഹദീസിൽ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നത് കേട്ടു. നബി തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഖുർആനിന്റെ 1/3 കുറിച്ച് പരിചയപ്പെടുത്തി തരട്ടെയോ? ജനങ്ങൾ ഒത്തുകൂടിയപ്പോൾ, ഒരുമിച്ച് കൂടിയപ്പോൾ നബി തങ്ങൾ ഇഖ്ലാസ് സൂറത്ത് ഓതിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ സൂറത്ത് ഖുർആനിന്റെ 1/3 തുല്യമാകുന്ന സൂറത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി തങ്ങൾ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ഈ 3 സൂറത്തുകൾ ആരെങ്കിലും ഓതിയാൽ അവന് അത് സംരക്ഷണമാണ്. ഇഖ്ലാസും ഫലക്കും നാസും ഓതിയാൽ അവനത് സംരക്ഷണമാണ് എന്നാണ്. രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ, ഓതിയാൽ അവനത് സംരക്ഷണമാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ഈ സൂറത്തുകൾ, അതായത് ഇഖ്ലാസും ഫലക്കും നാസും ഉറങ്ങുന്നതിന് മുമ്പ് ഉപേക്ഷിക്കരുത്. അതിനുശേഷം ഞാൻ ഇവ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ ഈ 3 സൂറത്തുകൾ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരിക്കലും നാം ഉപേക്ഷിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുകൾ ജീവിതത്തിലുടനീളം പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നാം കാരണം അനേകം ആളുകൾ ഈ പ്രവർത്തനം ചെയ്യാനും ഈ അമല് ചെയ്യാനും നമ്മുടെ അക്കൗണ്ടിലേക്ക് നാം പോലും അറിയാതെ ജാരിയായ സദഖ, അണമുറിയാത്ത പ്രതിഫലം ഒഴുകിയെത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വ ഖാസത്തുഹു എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ പ്രത്യേക ആളുകളാ, സ്പെഷ്യൽ ആളുകളാണെന്ന് അല്ലാഹു നബി തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയല്ലോ. അവരിൽ ഉൾപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇലാ ലിഖാഇൻ ആഖിർ മുജദ്ദദൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.